இங்க வெள்ளையம்பலத்தில் ஆரம்பிக்கிற பேரணி அப்படியே LMS கேட்டை நெருங்கும் போது அந்த கூட்டத்துக்கு முன்னாடி நீயும் நிக்கணும். ஐயோ, ஊர்வலம் ஃபைன் ஆர்ட்ஸ் காலேஜை தாண்டி யூனிவர்சிட்டி ஸ்டேடியத்துக்கிட்ட வரும்போது இவங்க எதுக்கும் ரெடியா அங்க நிப்பாங்க. முதலாளி സംഗതി കൊള്ളാം, പക്ഷെ എനിക്ക് ആകപ്പാടെ വേവ് കയറുക. சும்மாரியா, நீ மறுபடியும் ஜெயிக்கணுங்கிறதுக்காகத்தான் இதெல்லாம். நீ இவங்க பக்கம் வந்து சேரும் போது உன் மொபைலுக்கு ஒரு மிஸ்ட் கால் வரும். அது வந்ததும் நீ பின்னாடி வந்துடணும். நீ பின்னாடி வந்ததும் சரியா 2 நிமிஷத்துல நீ இருந்த இடத்துல பாம்பு வெடிக்கும். നമ്മച്ചേ ബോംബോ? ബോംബ് തന്നെ വേണോ മുതലാളി? ആരെങ്കിലുമൊക്കെ ചാവൂല്ലേ? சாவட்டும், அதுக்காகத்தானே இதெல்லாம் செய்யறது. யாரு வேணாலும் சாவலாம். உனக்கு வேண்டியவங்க யாராவது உன் கூட இருந்தா அவங்களையும் கூட்டிக்கிட்டு நீ பின்னாடி வந்துடணும். அதுக்கு பதிலா கூலி ஆளுங்கள்ல அவங்கள கொண்டு போய் முன்னாடி நிறுத்திடணும். அந்த கூலிக்கார பசங்கள ஒருத்தனோ 2 பேரும் சாவட்டும். ஒன்னு அழிஞ்சா தானே இன்னொன்னு உருவாக முடியும். കണപ്പാ, പുരിഞ്ഞതില്ലേ? പുരിഞ്ഞത്. ഒപ്പം ഞാൻ ജാഥയുടെ മുന്നിൽ നടക്കുന്നു, ഫോൺ ബെല്ലടിക്കുന്നു, ഞാൻ ഇങ്ങനെ പുറകോട്ട് വലിയുന്നു, പാമ്പ് വീഴുന്നു, പൊട്ടുന്നു, ഞാൻ വീണ്ടും മേയറാകുന്നു. ചമച്ചേ എല്ലാം വെടിപ്പാക്കി തരണേ. ഞാൻ ആദ്യമായിട്ടാ ഒരു വേറെ ജീവനോടെ കാണുന്നത്. ഞാൻ പത്മനാഭൻ. മന്നത്തോ? അല്ലല്ല, മാന്നാനത്ത്, പാലക്കാട്. സാറ് പാലക്കാട് വന്നിട്ടുണ്ടോ? സാറേ, ഒരാൾക്ക് 650 പറഞ്ഞിരിക്കണേ, നമ്മള് കൂട്ടി തരണം. സാർ, ഇനിയും ശക്തി പ്രകടനം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിന് കൂടുതൽ ആൾക്കാരെ നമ്മൾ തന്നെ ഇറക്കി. അതെ സാറേ, 1000 പേരെ കറക്റ്റായിട്ട് ഓർഡർ ചെയ്താൽ ഞങ്ങൾ ആകർഷണീയമായ ഒരു ഡിസ്കൗണ്ട് തരാം. എന്താ സാർ, റേഞ്ച് ഇല്ലേ? എന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചു. എന്റെ മൊബൈല് വിളിക്കുന്ന മൊബൈലാ. 4 പീസായി. ഇനി അങ്ങനെ തേങ്ങയാണെന്ന് വിചാരിച്ചു. നടക്കാൻ വയ്യ. സരസഭ സ്ട്രെച്ചർ വീൽചെയറിൽ കൊണ്ടുപോവാ. എനിക്ക് വേറെ ഓട്ടം ഉള്ളതാ. താൻ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഇറങ്ങി ഓടിക്കോ. അതെ, ആദ്യം ഈ ബോഡി ഇവിടെ ഇറക്കട്ടെ, പിന്നെ തനിക്ക് ഓടാം. ഹലോ, അറ്റൻഡർ ആണോ? കണ്ടറിയില്ല, കമ്പൗണ്ടറാ. അതെ, അറ്റൻഡറാണ്. പുറത്തൊരു രോഗി കാലൊടിഞ്ഞ് ഓട്ടോയിൽ ഇരിക്കുക. ഒരു വീൽ ചെയർ വേണം. മതി. ജോർജ്, ഇവർക്കൊരു വീൽ ചെയർ വേണം. കമ്പൗണ്ടർ സുകുമാരൻ അടിച്ച് വീലായി ചെയറിലിരിപ്പണ്ട്, ചെന്ന് എടുത്തോ. വീൽ ചെയർ മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ്. അതാ കുഴപ്പം. ഇവിടെ വീൽ ചെയർ ഉണ്ട്, പക്ഷെ അത് ഉരുളണമെങ്കിൽ ഇത് വേണം. അപ്പൊ ഈ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീൽ ചെയർ ഉരുളൂ? ഈ ഹോസ്പിറ്റലേ ഉരുളും. ചാടണ്ട, വണ്ടി കിട്ടി. പൊക്കി എടുത്ത് വെക്ക്. വണ്ടി തുലച്ച്. ഒരു വീലുണ്ടല്ലോ, മറ്റത് താങ്ങിയാ പോയി. അയ്യോ, എന്തൊക്കെ അടിക്കണ? എന്തോ അല്ല, അത് മൂട്ടയാ. പുതുരക്തം കണ്ടതിന്റെ ആവേശമാ. ഇനി എന്തെല്ലാം കടിക്കാൻ കിടക്കണ്. അണ്ണൽ ഇവരെ ഉണ്ട് ഇവിടെ. ഇത് പ്രസവ വാർഡായിരുന്നു. സോറി ഡോക്ടർ, ഇങ്ങോട്ട് ഇങ്ങോട്ട്. പതിയെ പതിയെ. ഡോക്ടർ, ഇതൊരു വസ്തുവല്ല, ആരാന്നെങ്കിലും ചോദിക്കൂ. വല്ലവരുടെയും കോലുണ്ടാക്കണം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഡോക്ടർ ഈ കോലത്തിലാവും. ഈ കറുപ്പിനുള്ളിൽ ഒരു വെളുത്ത മുഖമുണ്ട്. തൊലിയുരിച്ചാൽ മനസ്സിലാവും. പാടം ടിവിയില്. എടാ, നിന്നെ കാണാൻ സ്റ്റൈലായിട്ടുണ്ട്. ഡോക്ടറെ, ആ ചാനല് റിമോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റോ? അപ്പുറത്തെ ചാനൽ ഫുൾ കവറേജ് ആണ്. വെട്ടും കുത്തും ബോംബേറൊക്കെ നടത്തിയിട്ട് ഹോസ്പിറ്റലിൽ വന്ന ആളാവുന്നോ? വൂണ്ട് ഡീപ്പാ, ഫ്രാക്ചർ ഉണ്ടെന്നാ തോന്നുന്നത്. രക്ഷപ്പെട്ടടാ, അടുത്ത ആഴ്ചത്തെ വികലാംഗ ജാഥ നിനക്ക് നയിക്കണം. എന്താ ഇവിടെ? എന്താ കേസ്? മേയറുടെ നേർക്കുള്ള ബോംബേറിൽ പരിക്കേറ്റ ആള് പുഷ്പ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടേക്ക്. അല്ല ഡോക്ടർ, നമുക്ക് ഇവിടെ തന്നെ. അഡ്മിഷന്റെ കാര്യത്തിൽ ജൂനിയേഴ്സ് ഇടപെടണ്ട. ക്രിട്ടിക്കൽ ഇഞ്ചുറിയാ, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. ഇവിടെ വരുന്നവരെയൊക്കെ പുഷ്പം ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചാ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ? തന്നെയുമല്ല, ഇത് പോലീസ് കേസ് ആയതാ. സ്റ്റേഷനിൽ നിന്ന് ഇൻഫോം ചെയ്തിരുന്നു. എന്നാ പിന്നെ എന്താന്ന് വെച്ചാ ചെയ്യാ. മാഡം, ഇയാളെ കൊണ്ടുപോയി എക്സ്റേ എടുക്ക. പ്ലാസ്റ്റർ ഇടേണ്ടി വരും. സദൻ, ആദ്യം ഇയാളെ കുളിപ്പിച്ചെടുക്ക. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി വേണമെങ്കിൽ അവന്മാരെ കുളിപ്പിച്ചെടുക്കട്ടെ. ഓ, ആരെങ്കിലും ഒന്ന് കുളിപ്പിച്ച് കിടത്ത്. അല്ല, കുളിപ്പിച്ചെടുക്ക്. ഡ്രസ് എടുത്തിട്ട്
ഓ, ഒരെണ്ണം കിടക്കുന്നു. ഹോസ്പിറ്റലിലാണോടാ ശയന പ്രദർശനം നടത്തുന്നത്? പോയ അമ്പലത്തിലെങ്ങാനും കിടക്ക്. അവിടെ ഇരി. എന്താണ് ഇത്? ആശുപത്രി അതോ വികലാംഗരുടെ ഭിക്ഷാടന കേന്ദ്രം? പേടിക്കണ്ട, ഇതാണ് സർക്കാർ ആശുപത്രി. പതിയെ വാ. അതെന്താ തുണിയിട്ട് മൂടിയിരിക്കണേ? അത് ഡെഡ് ബോഡിയാ. യോ, ഇവിടെ വരുന്നവരൊക്കെ ഈ അവസ്ഥയാവോടാ? നിങ്ങൾ വരുന്നില്ലേ? അയ്യോ, എന്റെ കാലേ. ഉശ്ശോ, ഇവിടെ ഇവിടെ കിടക്കാൻ എന്റെ അമ്മേ. അതെ 18-ാം നമ്പർ ബെഡിന്റെ താഴെ തറയിൽ കിടക്കാനാ ഡോക്ടർ പറഞ്ഞത്. അറിയില്ല. ഓരോരുത്തർക്ക് ഓരോ സ്ഥലം പറഞ്ഞിട്ടുണ്ട്, അവിടെ കിടന്നാ മതി. നീ ഒന്ന് വന്നേ. ഓടവിടുന്ന്. ഓ, ആ ബോംബ് തലേ വീണാ മതിയായിരുന്നു. ഇതൊന്നും കാണാൻ കേൾക്കാൻ വേണ്ടായിരുന്നല്ലോ. അമ്മാവാ, എന്താ? ഒരു 2 ദിവസത്തേക്ക് ഈ ബെഡ് ഒന്ന് വാടകയ്ക്ക് ഇരുവോ? ഈ പുള്ളി ഒന്ന് കിടത്താൻ വേണ്ടിട്ടാ. പാവല്ലേ? 22 ചെന്ന് നോക്കുക. അവിടെ കിടക്കുന്ന രോഗി മിക്കവാറും ഇന്ന് രാത്രി തീരും. കുടുംബക്കാരൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ബെഡ് കാലിയാ. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ പറ്റില്ല. ഇതെന്റെ ഉമ്മയുടെ ബെഡാ. ഉമ്മ ബാത്റൂമിൽ പോയിരിക്കുക. ചേച്ചി, ഇവിടെ ആളുണ്ടോ? എക്സ്റേ എടുക്കാൻ പോയിരിക്കുക. തൽക്കാലം ഇവിടെ കിടത്താം. അത് പിന്നെ ബെഡൊക്കെ വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണ്ടേ? എന്നാ പിന്നെ ബോംബ് വീഴുന്ന് അറിഞ്ഞ് ഞാൻ പാലക്കാടത്തെ ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നേനെ. ദേ, ആ ബെഡിൽ ആരോ മരിച്ചു തോന്നുന്നു. അങ്ങോട്ട് കിടക്കാം. അവിടെ ആരും മരിച്ചൊന്നും അല്ല. അയാള് പള്ളിയിലെ മുക്രിയ. ഇടക്കിടക്ക് അങ്ങനെ ഉള്ളതാ. കൊതിപ്പിച്ച്. നീ സമയം കളയണ്ട, പൊക്കിക്കേ. ഇവിടെ കിടത്താം. അങ്ങോട്ട് മാറുമേ. അയ്യോ. ഇതാർക്കുള്ളതാ? ദേ, അത് മരിച്ചു എന്ന് തോന്നുന്നു. അമ്മേ, ഒരു കാര്യം ചെയ്, നിങ്ങൾ എല്ലാരും പൊക്കോ. ഇവന്റെ ബോഡി ആയിട്ട് നാളെ രാവിലെ ഞാൻ അല്ല, ഇവനുമായിട്ട് അങ്ങ് വരാമെന്ന്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ചെന്ന് അമ്മയെ സമാധാനിപ്പിക്കേ. അതുമല്ല സരസപ്പ, നാളെയല്ലേ ബദിരമുഖർ റാലി. അതെ. പിന്നെ പെൻഷൻകാരുടെ സമ്മേളനത്തിന് 100 പേരെ കൊടുക്കണം. നരയിടാൻ മറക്കരുത്. തന്നെയല്ല, സൗമ്യ പെണ്ണാണാൻ അവര് വരുന്നുണ്ട്. അതിലാർക്കാ നരയിടേണ്ടേ? അതിലാർക്ക് നരയിടണ്ട, അവര് വന്ന് കണ്ട് പൊക്കോളും. അത് നീ പേടിക്കണ്ട. നാളെ രാവിലെ മുതൽ നിന്റെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാവും. വേണ്ട, നീയൊന്നും എന്റെ വീട്ടിലേക്കേ പോണ്ട. അവളുടെ കല്യാണം എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ. നിങ്ങളോട് കൂടി തന്നെ. അതെ, ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് ഇത്തിരി മനസമാധാനം എന്താ? നിങ്ങളൊക്കെ പൊക്കോളൂ. ഇയാളെ നോക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പത്മനാഭ, ബെഡും പാത്രം ഞങ്ങൾ പാത്രവും പാലും ഒക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തോളാം. നിങ്ങളൊന്ന് പോയി തരാമോ? ഇവിടെ ഒരുപാട് ഹൃദ്രോഗികളുള്ളതാ. എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലെ. അത് ആരും ഒന്നും വിചാരിക്കരുത്. ഞങ്ങൾ ഈ പാലക്കാട്ടെ ഒരു ഗ്രാമത്തിൽ നിന്നാ. അപ്പൊ ആ ഗ്രാമത്തിന്റെ ഒരു നിഷ്കളങ്കതയാണ് കണ്ടത്. ഞങ്ങളുടെ അവിടെ ഇമാരെ തനി കൂതറകൾ എന്നാ പറയുന്നത്. എന്നാ പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് പത്മനാഭൻ. വേദനയ്ക്ക് ഒട്ടും കുറവില്ലല്ലോ മോളെ. വേദന ഒരു അതിക്രമങ്ങൾ ചെയ്യുമ്പോ ആലോചിച്ചില്ലല്ലോ. വേദന വരുമെന്ന് ആലോചിച്ചോ? ആശുപത്രി വരേണ്ടി വരുമെന്ന് ആലോചിച്ചോ? എന്നെ പറ്റിയെങ്കിലും ഒന്ന് ആലോചിച്ചോ? നിന്നെ പറ്റി ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. 2012 കല്ലേരി പഞ്ചായത്ത് ഓഫീസ് ഉപരോധം. ഉപരോധം എന്ന് വെച്ചാൽ അതാണ് ഉപരോധം. കണ്ണടച്ച് പൂട്ടി നിന്നിട്ടാണ് കേൾക്കണത്. എന്ത് മനസ്സിലാവാതെ. ഞാനും നമ്മുടെ കുന്നുംപുറത്തെ മോഹനും മുദ്രാവാക്യം വിളിച്ച് മുമ്പിൽ ഒരു 200 അടി ചെന്നുണ്ടാവും. ഒരു വെടി ശബ്ദമാണ് കേൾക്കണത്. വെടിവെച്ചാണല്ലോ അത്. എവിടുന്നാ അത്? എന്തേ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? താനാരാ? അനന്തപത്മനാഭനോ? അല്ല, വെറും പത്മനാഭൻ. തനിക്കെന്താ ഇവിടെ കാര്യം? ചുമ്മാ ഞാനൊരു സിനിമ കാണാൻ വന്ന. അപ്പൊ നോക്കിയപ്പോ തിയേറ്റർ ഹൗസ്ഫുൾ. എന്നാ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. എന്റെ മോനെ, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് അവരുടെ കട്ടിലാണെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഇനി ആരും ഈ കട്ടില് കണ്ട് പനിക്കണ്ട. ബോംബിൽ കുരുത്തതാ. വെറുതെ എന്നെ കൊണ്ട് പൊട്ടിത്തെറിപ്പിക്കണ്ട. വഴക്കിനൊന്നും പോണ്ട. സുഖമില്ലെങ്കിൽ ചോദിപ്പിക്കണ്ട. കുട്ടി, ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം. അമ്മാവനതാ ഇവിടെ കിടത്തിക്കോളൂ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞായല്ലേ ലീലെടുത്തി. എന്തുമ്മാ മാമച്ചായ ലവാസോട്ടാ കണ്ണു കേട്ടാ. ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സായി. പക്ഷെ കുട്ടി എവിടെ കിടക്കൂന്നുള്ളതാ. കുട്ടി വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോ. ഞാൻ കുറച്ച് ഞെരുങ്ങേണ്ടി വരും. എന്നാലും താനൊക്കെ കൂടി ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? തന്നെ പോലെ ഒരുത്തൻ കാരണം ഈ മനുഷ്യൻ ഈ ഗതിയിലായത്. ആ പ്രകാശം കാണിച്ചത് തന്നെ താനും കാണിക്കുന്നത്. മറ്റുള്ളവരുടെ സ്ഥലം തട്ടിയെടുക്കല് ഇനി കയ്യൂക്കിന്റെ ബലത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. തല്ലാനും കൊല്ലാനൊക്കെ പറ്റും, പക്ഷേ തോൽപ്പിക്കാൻ പറ്റില്ല. ഒച്ച വെക്കാതെ സംസാരിക്കാൻ അറിയില്ലേ? ഒച്ച വെക്കാത്തോണ്ടാ ഞങ്ങളുടെയൊക്കെ ഗതി ഇങ്ങനെ ആയത്. പറയുമ്പോ മെഡിക്കൽ കോളേജാ, പക്ഷെ വെള്ളമില്ല, വെളിച്ചമില്ല, കിടക്കില്ല. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ശബ്ദം ഒന്ന് പൊങ്ങിപ്പോയതാ കുറ്റം. ഇവിടുത്തെ കുഴപ്പങ്ങളൊക്കെ ആദ്യം ഒന്ന് നേരെയാക്കണം, എന്നിട്ട് മതി മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. വായില് വെള്ളിക്കാരന്റെ ജനിച്ചവർക്ക് പട്ടിണിക്കാരുടെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാവില്ല. മുത്തശ്ശന്റെ കട്ടിലെ ഇയാൾ കയറി കിടക്കുന്നത്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞാൻ കൂടെ പറഞ്ഞിട്ടാ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തേ. ഇവിടെ ഇറക്കി വിടാനും ഞാൻ വിചാരിച്ചാ മതി. അതിന് മുത്തശ്ശന്റെ കട്ടിലന്ന് എഴുതി വെച്ചിട്ടൊന്നും ഒന്ന് മാറി കൊടുക്കടോ.
അങ്ങനെ ബഹളം ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഒച്ചക്കലെ കൂട്ടെടുക്കാൻ വന്നതാ മോന്റെ അച്ഛൻ. അച്ഛന്റെ അച്ഛൻ അപ്പൂപ്പൻ. മുത്തശ്ശ, പതുക്കെ, പതുക്കെ. കുട്ടിയോക്കി